ആർട്ടിക്കിൾ 3 ഡയറക്ടേഴ്സ് സെക്ഷൻ 1 വകുപ്പ് 1 ഡയറക്ടേഴ്സ്. അപ്പൊ ഡയറക്ടർമാർ വകുപ്പ് 1 എണ്ണം തെരഞ്ഞെടുപ്പ്. Section 1 number election. The use of the term entire board herein refers to the total number of directors entitled to vote that the corporation would have if there were no vacancies. The business and affairs of the corporation shall be managed and controlled by a board of not less than 7 nor more than 10 directors. The number of directors within such a range may be set from time to time by resolution of the members, provided, however, that the members shall not have the power to reduce the board of directors to fewer than 3 persons, nor shall it have the power to decrease the number of directors so as to shorten the term of an incumbent director. If the members have not set the number of directors by resolution, then the entire board shall consist of the number of directors within such a range that were elected as of the most recently held election of directors. At least 4 directors shall be members of the corporation, at least 2 of whom shall be Class B trustees of the General Service Board as defined in the bylaws of the General Service Board. The directors shall be elected for a term of 1 year at the annual meetings of the members and shall serve for the term for which they have been elected and until their successors shall have been duly chosen and qualified except as herein after the otherwise provided for filling vacancies. Directors shall be chosen by ballot at such meetings by a majority of the members voting either in person or by proxy. No persons who is not a member of the corporation other than the publisher shall be elected to more than 4 consecutive full terms as a director of the corporation, and if not a member of the corporation or the contained in the section 1 to the contrary, not withstanding the board of directors by a vote of the least for three-fourth of the total board may remove a director for cause, and the members of the corporation by similar 3/4 vote of the entire membership may remove the director with or without a cause. അപ്പോ വകുപ്പ് 1 ആർട്ടിക്കിൾ 3 ഡയറക്ടർമാരെ കുറിച്ചാണ്. വകുപ്പ് 1 എണ്ണം തെരഞ്ഞെടുപ്പ്, എണ്ണവും തെരഞ്ഞെടുപ്പും. ഇവിടെ ഉപയോഗിക്കുന്ന എൻറ്റയർ ബോർഡ് എന്ന പദം ഒഴിവുകളില്ലാത്ത പക്ഷം വോട്ട് ചെയ്യാൻ അവകാശമുള്ള എല്ലാ ഡയറക്ടർമാരെയും മൊത്തം എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. കോർപ്പറേഷന്റെ ബിസിനസ് കാര്യങ്ങളും പ്രവർത്തനങ്ങളും കുറഞ്ഞത് 7 പേരും കൂടുതലായി 10 പേരുമുള്ള ഡയറക്ടർ ബോർഡ് നിയന്ത്രിക്കും. 7 പേര് അല്ലെങ്കിൽ 10 പേരുള്ള ഡയറക്ടർ ബോർഡ് നിയന്ത്രിക്കും. ഈ പരിധിക്കുള്ളിൽ ഡയറക്ടർമാരുടെ എണ്ണം സമയാനുസരണം അംഗങ്ങളുടെ പ്രമേയത്തിലൂടെ നിശ്ചയിക്കാം. എന്നാൽ അംഗങ്ങൾക്ക് ബോർഡിനെ 3 പേരിൽ താഴെയാക്കാനുള്ള അധികാരമില്ല. കൂടാതെ നിലവിലുള്ള ഡയറക്ടറുടെ കാലാവധി കുറയ്ക്കുന്ന വിധത്തിൽ ഡയറക്ടർമാരുടെ എണ്ണം കുറയ്ക്കാനും പാടില്ല. അംഗങ്ങൾ പ്രമേയത്തിലൂടെ എണ്ണം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഡയറക്ടർ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട എണ്ണമാണ് ബോർഡിന്റെ എണ്ണം. കുറഞ്ഞത് 4 ഡയറക്ടർമാർ കോർപ്പറേഷന്റെ അംഗങ്ങളായിരിക്കണം. അവരിൽ കുറഞ്ഞത് 2 പേർ ജനറൽ സർവീസ് ബോർഡിന്റെ ക്ലാസ് ബി ട്രസ്റ്റിമാരായിരിക്കണം. ജനറൽ സർവീസ് ബോർഡ് ബൈലോസിൽ നിർവചിച്ച പ്രകാരം ആയിരിക്കണം അവർ പ്രവർത്തിക്കുന്നത്. ഡയറക്ടർമാർ വാർഷിക യോഗത്തിൽ ഒരു വർഷത്തേക്കായി തെരഞ്ഞെടുക്കപ്പെടും. അവർക്ക് നൽകിയ കാലാവധിയിലേക്കും അവരുടെ പിൻഗാമികൾ നിയമപരമായി തെരഞ്ഞെടുക്കപ്പെടുകയും യോഗ്യരാകുകയും ചെയ്യുന്നതുവരെ അവർ സേവനം തുടരും, ഒഴിവുകൾ സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് വിധേയമായി. ഡയറക്ടർമാർ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടും. യോഗത്തിൽ നേരിട്ട് അല്ലെങ്കിൽ പ്രോക്സി മുഖേന വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷം ആവശ്യമാണ്. കോർപ്പറേഷന്റെ അംഗമല്ലാത്ത പബ്ലിഷർ ഒഴികെ ഒരു വ്യക്തി തുടർച്ചയായി 4 കാലാവധിയിൽ കൂടുതലായി ഡയറക്ടറായി സേവനം ചെയ്യാൻ കഴിയില്ല. കൂടാതെ അംഗമല്ലാത്തതും പബ്ലിഷർ അല്ലാത്തതുമായ വ്യക്തികൾക്ക് പിന്നീട് ഡയറക്ടറായി സേവനം ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കില്ല. ഈ വകുപ്പിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിരുന്നാലും ഡയറക്ടർ ബോർഡിന്റെ മൊത്തം അംഗങ്ങളുടെ 4/3 ഭൂരിപക്ഷ വോട്ടിലൂടെ ഒരു ഡയറക്ടറെ കാരണമുണ്ടെങ്കിൽ നീക്കം ചെയ്യാം. അതുപോലെ കോർപ്പറേഷന്റെ അംഗങ്ങൾക്കും 4/3 ഭൂരിപക്ഷത്തോടെ കാരണമുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിക്കാതെ ഡയറക്ടറെ നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കും. അടുത്തതായി സ്ഥിരയോഗങ്ങൾ, റെഗുലർ മീറ്റിംഗ്സിനെ കുറിച്ചാണ്. സെക്ഷൻ 2 വകുപ്പ് 2 റെഗുലർ മീറ്റിംഗ്സ്. അറ്റ് ദ റെഗുലർ മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് immediately following each annual elections of directors, the newly elected director shall meet at the principal office of the corporation for the purpose of organization, the election of officers, and the transactions of other business, and if a quorum of the directors be then present, no prior notice of such
meeting shall be required to be given. The place and time of such first meetings may, however, be fixed by written consent of all the directors. The regular meetings of the board of directors shall be held at such place and at such dates and times that the board of directors shall determine, provided that the regular meetings of the board of directors shall be held during the week immediately preceding each quarterly meetings of the board of trustees of the General Service Board. The board of directors may, from time to time, or based on the annual or projections of its meeting needs, postpone, defer, or omit a previously scheduled regular meeting upon the agreement of a majority of the board. സെക്ഷൻ വകുപ്പ് 2 സ്ഥിരയോഗങ്ങളെ കുറിച്ചാണ്. റെഗുലർ മീറ്റിംഗ്. ഓരോ വാർഷിക ഡയറക്ടർ തെരഞ്ഞെടുപ്പിന് ശേഷം ഉടൻ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർമാർ സംഘടനാ കാര്യങ്ങൾ, ഓഫീസർ തെരഞ്ഞെടുപ്പ്, മറ്റ് കാര്യങ്ങൾ എന്നിവയ്ക്കായി കോർപ്പറേഷന്റെ പ്രധാന ഓഫീസിൽ കൂടും. ക്വാറം ഉണ്ടെങ്കിൽ മുൻകൂർ നോട്ടീസ് ആവശ്യമില്ല. ആദ്യ യോഗത്തിന്റെ സ്ഥലവും സമയവും എല്ലാ ഡയറക്ടർമാരുടെയും എഴുത്തുപരമായ സമ്മതത്തോടെ നിശ്ചയിക്കാം. ഡയറക്ടർ ബോർഡിന്റെ സ്ഥിര യോഗങ്ങൾ ബോർഡ് തീരുമാനിക്കുന്ന സ്ഥലങ്ങളിലും സമയങ്ങളിലും നടക്കും. എന്നാൽ ഓരോ ത്രൈമാസ ബോർഡ് യോഗത്തിന് മുമ്പുള്ള ആഴ്ചയിൽ കുറഞ്ഞത് ഒരു സ്ഥിര യോഗം നിർബന്ധമായും നടത്തണം. ബോർഡിന് വാർഷിക പദ്ധതി അനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യാനുസരണം മുൻകൂട്ടി നിശ്ചയിച്ച യോഗങ്ങൾ മാറ്റിവെക്കാനും മാറ്റാനും ഒഴിവാക്കാനും കഴിയും. എന്നാൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ സമ്മതത്തോടെ മാത്രം. അടുത്തത് വകുപ്പ് 3, സെക്ഷൻ 3, സ്പെഷ്യൽ മീറ്റിംഗ്സ്. Special meetings of the board of directors may be called by the chair and must be called by the chair on the written demand of not less than 1/5 of the entire board of directors. അപ്പൊ ആർട്ടിക്കിൾ 3 വകുപ്പ് 3 പ്രത്യേക യോഗങ്ങൾ, ഡയറക്ടർ ബോർഡിന്റെ പ്രത്യേക യോഗങ്ങൾ. ഗ്രേപ്പ് വനിന്റെ ആർട്ടിക്കിൾ 3 വകുപ്പ് 3 പ്രത്യേക യോഗങ്ങളെ കുറിച്ചാണ്. ഡയറക്ടർ ബോർഡിന്റെ പ്രത്യേക യോഗങ്ങൾ ചെയർ വിളിച്ചുകൂട്ടാം. കൂടാതെ ഡയറക്ടർ ബോർഡിന്റെ മൊത്തം അംഗങ്ങളുടെ കുറഞ്ഞത് 1/5 അംഗങ്ങൾ എഴുത്തുപരമായി ആവശ്യപ്പെട്ടാൽ ചെയർ ആവശ്യമായി അത്തരത്തിലുള്ള പ്രത്യേക യോഗം വിളിച്ചുകൂട്ടണം. വകുപ്പ് 4, സെക്ഷൻ 4, നോട്ടീസ് ഓഫ് മീറ്റിംഗ്സ്. നോട്ടീസ് ഓഫ് ഓൾ directors meetings except as herein otherwise provided shall be given by mailing, faxing, or emailing the same at least 10 days before the meetings, but such notice may be waived by any director. Any such waiver of notice may be written or electronic. If written, the waiver must be signed by the person giving the waiver by any reasonable means, including but not limited to facsimilar signature. If electronic, the transmission of the waiver must be sent by electronic mail and must set forth or be submitted with information from which it can be reasonably determined that the transmission was authorized by the person giving the waiver. Any and all business may be transacted at any directors meetings, at any meetings at which every director shall be present, even though without any notice or waiver thereof any business may be transacted. വകുപ്പ് 4 നോട്ടീസുകൾ. ഗ്രേപ്പ് വൈന്റെ വകുപ്പ് 4 യോഗങ്ങളുടെ നോട്ടീസിനെ പറ്റിയാണ്. നോട്ടീസ് ഓഫ് മീറ്റിംഗ്സ്. ഇവിടെ പ്രത്യേകം വ്യത്യാസമായി പറഞ്ഞിട്ടില്ലാത്ത എല്ലാ ഡയറക്ടർ യോഗങ്ങൾക്കും യോഗത്തിന് കുറഞ്ഞത് 10 ദിവസം മുമ്പ് നോട്ടീസ് മെയിൽ, ഫാക്സ് അല്ലെങ്കിൽ ഇമെയിൽ മുഖേന നൽകണം. എന്നാൽ ഏതൊരു ഡയറക്ടർക്കും ഈ നോട്ടീസ് ആവശ്യം ഒഴിവാക്കാൻ വേവ് ചെയ്യാൻ കഴിയും. അത്ര ഒഴിവാക്കൽ എഴുത്തിലോ ഇലക്ട്രോണിക് രൂപത്തിലോ ആയിരിക്കാം. എഴുത്തായാൽ അത് ഒപ്പിട്ടിരിക്കണം. ഫാക്സ് ഒപ്പും ഉൾപ്പെടെ ഏതെങ്കിലും യുക്തിസഹമായ മാർഗം ഉപയോഗിക്കാം. ഇലക്ട്രോണിക് ആണെങ്കിൽ അത് ഇമെയിൽ വഴി അയക്കണം. കൂടാതെ അത് അയച്ചത് ബന്ധപ്പെട്ട ഡയറക്ടർമാർ തന്നെയാണെന്ന് ന്യായമായി സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളും ഉൾക്കൊള്ളണം. യോഗത്തിൽ എല്ലാ ഡയറക്ടർമാരും ഉണ്ടായിരുന്നാൽ നോട്ടീസ് ഇല്ലെങ്കിൽ വേവർ ഇല്ലെങ്കിലും എല്ലാ ബിസിനസ്സും നടത്താവുന്നതാണ്.